ഫ്രണ്ട്സ്, പൊന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ചെറുനാരങ്ങ വൃത്തിയായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പഴുത്ത ചെറുനാരങ്ങയാണ് എപ്പോഴും അച്ചാർ തയ്യാറാക്കാൻ നല്ലത്. ഇത് നമുക്കിനി ഒന്ന് ആവി കയറ്റി വരാം. അടച്ചു വയ്ക്കുക. ഒന്ന് ആവി കയറുക മാത്രമേ ചെയ്യാവൂ. അധികം ആകരുത്. അധികം ആവി കയറിയാൽ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നാരങ്ങ എല്ലാം ചൂടാറിക്കഴിഞ്ഞു. നമുക്കിനി ഇതിനെ മുറിച്ചെടുക്കാം. ഞാൻ ഒരു നാരങ്ങ ഇതുപോലെ 4 പീസാണ് ആക്കിയിട്ടുള്ളത്. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ എത്ര പീസ് വേണമെങ്കിലും ആക്കാം. ചെറുതും വലുതുമായിട്ടുള്ള പീസാക്കാം. നമുക്കിനി ഇതെല്ലാം ഇതുപോലെ മുറിച്ചെടുക്കാം. ഇവിടെ ചെറുനാരങ്ങ എല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം തയ്യാറാക്കി വെച്ചു. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അച്ചാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാനായിട്ടില്ല. ഇത് മൂത്ത് വന്ന ശേഷം മാത്രമേ ഇടാവൂ. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ചെറുനാരങ്ങയിൽ കുറേ അധികം ഉപ്പ് ആവശ്യമായി വരും. അതിൻ്റെ പുളിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നല്ലവണ്ണം ആയി മൂപ്പെത്തി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് 2 സ്പൂൺ അച്ചാർ പൊടി, കാശ്മീരി ചില്ലിപ്പൊടി 1-2 സ്പൂൺ ഇടാം. അത് എരിവില്ലാത്തതാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മതി. അതിന് ശേഷം നന്നായി ഇളക്കുക. കുറച്ച് നേരം ഇളക്കിയ ശേഷം നമുക്ക് ചെറുതായി തീ കത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് എണ്ണയിൽ നല്ലവണ്ണം വഴറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്കിനി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അച്ചാറിലധികം വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അച്ചാറിലധികം വെള്ളം ആവശ്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി. ഇവിടെ കുറച്ച് വെള്ളം വേണം. അതുകൊണ്ട് ഞാനിതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം ഇട്ട് കൊടുത്താലും മതി. അത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങയുടെ കയ്പും കുറച്ച് കുറഞ്ഞു കിട്ടും. ഞാനിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അച്ചാർപ്പൊടി ഇട്ടതുകൊണ്ട് ഇതിലെല്ലാം ഉണ്ടാവും. ഞാനൊന്ന് ഇട്ടതേ ഉള്ളൂ. ഇനി ഇതെല്ലാം ആയിക്കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ക്രഷ് ചെയ്ത് വെച്ച മുളക് പൊടി ഒരു നുള്ള് വിതറുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഇളക്കുക. അരവെല്ലാം ഈ നാരങ്ങയിൽ മുകളിൽ ഉള്ളിലേക്കെല്ലാം പോകുന്ന വിധത്തിൽ അടിയിലുള്ളതെല്ലാം മുകളിലേക്ക് വരുന്ന വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. തീ കുറച്ച് മാത്രമേ വെക്കാവൂ. കൂട്ടി വെക്കാനേ പാടില്ല. കാരണം നമ്മുടെ ചെറുനാരങ്ങ ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അധികം തീയൊന്നും ഇനി ആവശ്യമില്ല. ഇനി നമുക്ക്
തീ ഓഫ് ചെയ്യാം. ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. പഞ്ചസാരയൊക്കെ ഇട്ടത് കൊണ്ട് ചെറുനാരങ്ങയുടെ കയ്പ്പൊന്നും അറിയുന്നേ ഇല്ല. ഇത് ഒരാഴ്ചയൊക്കെ വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാനിതിൽ വിനീഗറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മോശമാകാതിരിക്കാൻ. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം. താങ്ക്സ്.